നടൻ ഷാനവാസിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. മൃതദേഹം പാളയം ജുമാ മസ്ജിദിൽ എത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സഫാൻ കാലികാവ് ചേരുന്നു. സഫാൻ, പാളയം പള്ളിയിലാണ് സംസ്കാരമെന്ന് അറിയുന്നു. ഇനി എത്ര നേരമുണ്ട് സംസ്കാരത്തിന്? പ്രാർത്ഥനകളിലാണോ? ധന്യ 4:30 കൂടിയാണ് പാളയം ജുമാ മസ്ജിദിൽ ഷാനവാസിന്റെ മൃതദേഹം എത്തിച്ചത്. ഇന്ന് രാവിലെ 10 മുതൽ 3 വരെ വഴുതക്കാട്ട ഫ്ളാറ്റിൽ പൊതുദർശനം നടത്തിയിരുന്നു. ഇതിന് ശേഷമാണ് 4:30 കൂടി മൃതദേഹം പാളയം ജുമാ മസ്ജിദിൽ എത്തിച്ചത്. ഇപ്പോൾ ഇവിടെ മയ്യത്ത് നിസ്കാരമടക്കമുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടൻ മുകേഷ്, ദേവൻ തുടങ്ങിയ സിനിമാ താരങ്ങൾ ഇവിടെ എത്തിയാണ് ഷാനവാസിന് അന്ത്യോപചാരം അർപ്പിച്ചത്. ഇന്ന് രാവിലെ 10 മുതൽ 3 വരെയുള്ള സമയത്ത് രാഷ്ട്രീയ സിനിമാ മേഖലയുള്ള നിരവധി പേരാണ് മലയാളത്തിൻ്റെ പ്രിയ നടൻ ഷാനവാസിന്, നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകൻ കൂടിയായ ഷാനവാസിന് അന്ത്യോപചാരം അർപ്പിച്ചാൻ എത്തിയിരുന്നത്. നമുക്കറിയാം 1981 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമയിലൂടെ മലയാള സിനിമയിലെത്തി. പ്രേം നസീറിന്റെ തന്നെ മാതൃകയിൽ സിനിമ ജീവിതത്തിൽ വലിയ വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടനാണ്. പ്രേം നസീറിന്റെ കൂടെ തന്നെ അച്ഛനായും മകനായിട്ടും അവതരിപ്പിച്ച സിനിമ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ 10 വർഷത്തിന് ശേഷം, പിന്നീട് വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം 2012 പുറത്തിറങ്ങിയ ചൈന ടൗണിലൂടെയാണ് മലയാള സിനിമ വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തുന്നത്. അവസാനമായി അഭിനയിക്കുന്നത് പൃഥ്വിരാജ് നായകനായ ജനഗണമന സിനിമയിലൂടെയാണ്. അങ്ങനെ വിവിധ വേഷങ്ങളിലൂടെ, ചെറിയ വേഷങ്ങളിലൂടെ ആണെങ്കിലും, ചെറിയ സിനിമ ജീവിതമാണെങ്കിലും അല്പസമയത്തിനകം പൂർത്തിയാകും. സഫാൻ കാലികാവാണ് വിശദാംശങ്ങൾ നൽകിയത്.